ഇവൻ പിണറായി വിജയനെ രാജിവെപ്പിക്കാൻ നടന്നിട്ട് അവസാനം ഇവൻ രാജിവെച്ച് ജയിൽ കിടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. എടോ രാഹുലെ, നീ ചെയ്തതിനൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും. എടോ വിജയ എന്ന് പറഞ്ഞ് പരിഹസിച്ച് രാജിവെപ്പിക്കാൻ നടന്നില്ലേ, ആ വിജയനാണ് നീ കാരണം ക്രൂരത അനുഭവിച്ച ആ പെൺകുട്ടിയുടെ പരാതി കൈപ്പറ്റിയിരിക്കുന്നത്. കണ്ടറിയണം രാഹുലെ, നിനക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കേരളത്തിൽ DYFI വർഷങ്ങളായി നടത്തി വരാറുള്ള ആ മഹത്തായ പദ്ധതിയെക്കുറിച്ച് നീ നിന്റെ നശിച്ച നാവ് കൊണ്ട് പറഞ്ഞത് ഞങ്ങളാരും മറന്നിട്ടില്ല. ഈ പറഞ്ഞതിനും ചെയ്തതിനുമുള്ളതാണ് ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവരുത് എന്ന് നീ തന്നെ പറഞ്ഞു. ഏത് കാലത്താണ് നിർത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീ ഹാഷ്മി? ഗുണ്ടായിസം നടത്തുക, ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുക, യമനൊക്കെ നടത്തുന്ന തോന്നിവാസങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഗാന്ധി തൊട്ട് നമ്മൾ ഓരോരുത്തരും നടത്തി വരുന്ന പ്രവർത്തനത്തെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കുക? ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം, കൊടി പിടിച്ച ഉടനെ രാഷ്ട്രീയ പ്രവർത്തനമാവും ശ്രീ ഹാഷ്മി. അതുകൊണ്ട് ഇവരൊക്കെ നിർത്തണമെങ്കിൽ ആദ്യം ഇതൊക്കെ തുടങ്ങും. ആദ്യം ഈ കയ്യിലിരിപ്പൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ആദ്യം പ്രവർത്തനം നിർത്തും, എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങും. നീ നിന്റെ കയ്യിലിരിപ്പ് ശരിയാക്കാൻ നോക്ക് രാഹുലെ, എന്നിട്ട് മതി മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കാൻ.